നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയെ കാണാതാവുകയും പിന്നീട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം നിലച്ച മട്ടായി. സംഭവം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും കുട്ടിയെ ആര് തട്ടിക്കൊണ്ടുപോയി, എന്തിന് തട്ടിക്കൊണ്ടുപോയി എന്ന് പോലീസിന് നിശ്ചയമില്ല. ചാക്കയിൽ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിയ കുട്ടി 500 മീറ്റർ അകലെ റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ എത്തിയതെങ്ങനെയെന്ന് പോലും ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടി സ്വയം നടന്ന് 6 അടിയിലേറെ താഴ്ചയുള്ള ഓടയിൽ വീണെന്ന് പോലും പ്രചാരണമുണ്ടായി. ക്രമസമാധാന ചുമതലയുള്ള ADGP നേരിട്ടാണ് തുടക്കത്തിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറും അതിനുശേഷം DCPയും ശംഖുമുഖം AC-യും നേതൃത്വം നൽകി. ഇപ്പോൾ അന്വേഷണം പേട്ട സ്റ്റേഷനിലെ SHOയുടെ തലയിലാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 3 ദിവസം ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി, ഇന്നലെ മുതൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് VVIP ഡ്യൂട്ടി. ഇതിനിടെ എപ്പോൾ അന്വേഷിക്കുമെന്നാണ് പോലീസുകാർ ചോദിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയവരെ കാണാതായതോടെ തങ്ങളെ സംശയമുനയിലാക്കിയെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും എങ്ങും എത്തിയില്ല. മൊബൈൽ ഫോണുകളും ടവർ ലൊക്കേഷനും എല്ലാം പരിശോധിച്ചിരുന്നു. കുട്ടിയുടെ DNA പരിശോധന നടത്തിയെങ്കിലും ഫലം വന്നിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധനാ ഫലം വരുമെന്നായിരുന്നു ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കാണാതായതിന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേ തിരികെ ലഭിച്ചെങ്കിലും കുഞ്ഞ് എങ്ങനെ പൊന്തക്കാടിനുള്ളിലെ ഓടയിലെത്തി എന്നതിലാണ് ദുരൂഹത. ഡ്രോൺ പരിശോധനയാണ് ഈ സ്ഥലത്തിലേക്ക് എത്താൻ സഹായകമായതെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ പൊന്തക്കാട്ടിലെ 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലുണ്ടായിരുന്ന കുഞ്ഞിനെ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന കൊണ്ട് കഴിഞ്ഞു എന്നതും സംശയനിഴലിലാണ്. 2 വയസ്സുകാരിയായ കുഞ്ഞ് സ്വയം നടന്നു പോയതാകാമെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എന്നാൽ ഇതിലും വ്യക്തത വന്നിട്ടില്ല. തട്ടിക്കൊണ്ടുപോയതാകാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത്. നാടോടി കുടുംബം അന്തിയുറങ്ങിയ സ്ഥലത്തോ കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തോ CCTV ക്യാമറകൾ ഒന്നുമില്ല. ഇതിന് സമീപത്തുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും ലഭിച്ചിട്ടില്ല. DCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലവും പരിസരവും പരിശോധിച്ചിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഒരു സ്ത്രീ കുഞ്ഞുമായി പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ നിന്ന് ലഭിച്ചെങ്കിലും ഈ സംഭവവുമായി ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു. കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഡോക്ടർമാരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുകയും പിടിക്കപ്പെടുമെന്നായതോടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. കുഞ്ഞിനെ കാണാതായത് മുതൽ ഈ പരിസരമാകെ പോലീസും നാട്ടുകാരും പരിശോധിച്ചിരുന്നു. രാത്രി കുഞ്ഞിനെ കണ്ടെത്തിയ ഭാഗത്തും പകൽ പരിശോധന നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അനക്കമോ കരച്ചിലോ ഒന്നും കേട്ടിരുന്നില്ല. കുഞ്ഞ് കിടന്നത് 6 അടിയോളം താഴ്ചയുള്ള ഓടയിലാണ്. ചുറ്റും പൊന്തക്കാടും. ഓടയിലേക്ക് കാൽ വഴുതി വീണതാണെങ്കിൽ പരിക്കും ഉണ്ടാവും. എന്നാൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. ഇവയൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയ ശേഷം പിടിയിലാവാതിരിക്കാൻ ഉപേക്ഷിച്ചതാവാമെന്ന നിഗമനത്തിന് കാരണം.